എനിക്ക് എൻ്റെ ലൈഫിൽ പല സമയത്തും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ വല്ലാതെ ഹേർട്ട് ആവുന്നുണ്ട് ഇന്റേണലി, ആരും കാണാതെ അറിയാതെ. അതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ മീൻസ് നമ്മളതൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ലാത്ത കാര്യങ്ങൾ എന്നെ വല്ലാതെ ട്രിഗർ ചെയ്യിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ വല്ലാതെ അങ്ങ് റിയാക്ട് ചെയ്യുന്നതായിട്ടും അത് എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു സമയം കഴിയുമ്പം ഞാൻ എന്തിനാണ് അത്രയും എനർജി ആ ഒരു സന്ദർഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്? അത്രത്തോളം ഞാൻ അതൊരു പെയിൻഫുൾ ആയിട്ട് ഇങ്ങനെ ഇന്റേണലി അബ്സോർബ് ചെയ്ത് എടുത്തത് എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ തോന്നലുകളിൽ നിന്നും, കുറേ സംശയങ്ങളിൽ നിന്നും, കുറേ അസംഷൻസിൽ ഞാൻ എത്തിച്ചേർന്നു. ഈ അസംഷൻസ് ഒക്കെ പിന്നീട് എനിക്കൊരു റിയലൈസേഷനും അതിൽ നിന്ന് എനിക്കൊരു എൻലൈറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അൺഹീൽഡ് ആയിട്ടുള്ള ഒരു ഇന്നർ ചൈൽഡ് എൻ്റെ ഉള്ളിലുണ്ട്. അത് കുട്ടിക്കാലത്ത് അനുഭവിച്ച ഒരുപാട് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. അത് ഭയമാകാം, ഒറ്റപ്പെടലാവാം, അവഗണനയാവാം, റിജക്ഷൻ ആവാം, അൺസീൻ എവിഡന്റ് ആയിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള ഒരു ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുടെ ആവർത്തനങ്ങളാവാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ വല്ലാതെ എൻ്റെ ചൈൽഡ്ഹുഡില്, എൻ്റെ ആ ഒരു കുട്ടിക്കാലത്തെ ഞാൻ എന്ന കുട്ടിയെ ഒരുപാട് മുറിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും എൻ്റെ ഉള്ളിൽ ആ കുട്ടി അവശേഷിക്കുന്നുണ്ട്. കാരണം ആ കുട്ടി അർഹിച്ചിരുന്ന സ്നേഹവും കരുതലും ചേർത്ത് പിടിക്കലും മനസ്സിലാക്കലും കൺസിഡർ കൺസിഡർ ചെയ്യപ്പെടലും അതുപോലെ തന്നെ അംഗീകരിക്കപ്പെടലൊന്നും ആ കൊച്ചുകുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കിട്ടാതെ പോയെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ എത്തിച്ചേരുന്നത് പാരൻസിനെ ബ്ലെയിം ചെയ്യുക എന്നുള്ള ഒരു പൊതു പോയിന്റിലേക്കാണ്. പക്ഷെ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് ആ ഒരു സൈഡ് അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവം ഇല്ല എന്നുള്ളതാണ് സത്യം. അതെനിക്ക് വരും കാലങ്ങളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ പറയാനുള്ളത്, ഓക്കെ, എനിവേ ഒരു വൂണ്ടഡ് ഇന്നർ ചൈൽഡ് ഉണ്ട്. അപ്പോൾ ആ ഇന്നർ ചൈൽഡിനെ ഒന്ന് ഹീൽ ചെയ്യണം. അപ്പം ഈ ഹീലിംഗ് പ്രോസസ്സ് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ പരിധി വരെ സാധ്യമാണ്. അപ്പോൾ ഞാനൊരു 100% ഹീൽഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഹീൽഡ് ആവൂ എന്ന് ചോദിച്ചാൽ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു പരിധിവരെ ഹീലാവും എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവം കൊണ്ടാണ് അറിയുന്നത്. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്നും ഞാൻ സംശീകരിച്ച കുറച്ചറിവുകൾ, അതാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ 1, അക്സെപ്റ്റ് യുവർ പെയിൻ. അപ്പോൾ ഈ അക്സെപ്റ്റ് യുവർ പെയിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ വേദനിച്ചിരുന്നുവെന്നും ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ വേദന ബാക്കിയുണ്ടെന്നും ഇനിയും ഇതല്ലെങ്കിൽ മറ്റൊന്ന് അല്ലെങ്കിൽ മറ്റോരോ സാഹചര്യങ്ങളിൽ നമ്മൾ വേദനിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ വേദന ഒന്നും അല്ല എന്ന് സാരമില്ല എന്ന് പറഞ്ഞ് പിന്തള്ളി വെക്കാതിരിക്കാം. അപ്പോൾ ആ വേദനയെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ മിനിമൈസ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലേ, അതിനെ ഒരുപാട് കംഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അക്സെപ്റ്റൻസിന് പറ്റും. നമ്മുടെ ഉള്ളിലെ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പോഴും, അന്നും അക്സെപ്റ്റ് ചെയ്തില്ല, ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തില്ല, ഇപ്പോഴും പറ്റുന്നില്ല, ഇനി അങ്ങോട്ട് പറ്റുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ മുഴുവൻ യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി എൻ്റെ വേദനകൾ ചെറുതല്ല എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്
അത്ര നിസ്സാരമൊന്നും അല്ല എന്നുള്ളൊരു അക്സെപ്റ്റൻസ് നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് അവിടെ ഒന്ന് റിലാക്സ്ഡ് ആവുന്നത്, അവിടെ ഒന്ന് കംഫർട്ട് ആവുന്നത്. നമ്പർ 2, ഐഡന്റിഫൈ യുവർ ഇമോഷണൽ ട്രിഗേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത പല നിമിഷങ്ങളുമായിരിക്കും നമ്മൾ ട്രിഗർ ആവുന്നത്. ആ ട്രിഗർ ആവുന്നതിന് ഒരു ആവർത്തന സ്വഭാവം ഉണ്ടായിരിക്കും, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. അത് നമ്മളൊന്ന് തിരിച്ചറിയണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അതായത് നമ്മുടെ ഇന്നത്തെ പല സ്ട്രോങ് റിയാക്ഷൻസും പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ വായിച്ചിട്ടുണ്ട്, 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിഗർ ആവപ്പെടുന്ന പല കാര്യങ്ങൾക്കും പാസ്റ്റിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾ നിങ്ങളുടെ മെസ്സേജ് ഒന്ന് ഇഗ്നോർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു കാര്യം ആരും നോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അത് നമ്മുടെ പാസ്റ്റ് ടൈമിൽ നമ്മൾ ഒരുപാട് ഇഗ്നോർ ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വൂണ്ടിൽ കണക്റ്റഡ് ആവുന്നത് കൊണ്ടാണ് ആ ഒരു ദിവസത്തെ മുഴുവൻ ഇല്ലാതെയാക്കി കളയാനുള്ള ഒരു വേദനിപ്പിക്കുന്ന ഒരു ഊർജം ആ ഒരു നിമിഷത്തെ ആ ഒരു ചെറിയൊരു ഇഗ്നോറൻസ് കാരണം ഉണ്ടാവുന്ന, നമ്മുടെ ഉള്ളിൽ വല്ലാതെ അങ്ങ് പാനിക് ആവുന്നത്. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു അവയർനെസ് ഉണ്ടാവുകയാണ്, ഈ കാര്യങ്ങളാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു ആവർത്തന സ്വഭാവത്തെ പാതി വഴിയിൽ വെച്ച് നിർത്താനുള്ള ഒരു കഴിവ് സ്വാംശീകരിക്കുകയാണ്. അതായത് ഇറ്റ് ബ്രേക്സ് അവർ റിപ്പീറ്റഡ് റിയാക്ഷൻ ഇൻ എ സെർട്ടൈൻ സിറ്റുവേഷൻ. അതായത് ഒരു പ്രത്യേക കാര്യത്തോ ഒരു പ്രത്യേക സാഹചര്യത്തിലോ നമുക്കുണ്ടാവുന്ന ഒരു റിയാക്ഷനെ എന്ത് ചെയ്യും, ഈ ഒരു സാഹചര്യം ആണ് എന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള അവയർനെസ് ഉണ്ടാകുന്നതിൽ കൂടി ഒരു ആറ്റോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു പാറ്റേണെ ഒന്ന് ബ്രേക്ക് ചെയ്യും. അത് ഷുവറാണ്. നമ്പർ 3, ഫസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ് റീപാരന്റ് യുവർ സെൽഫ്. അതായത് നമ്മളിപ്പോൾ വളർന്ന് വലുതായിട്ടൊരു അഡൾട്ടായിട്ടില്ലേ, അപ്പോൾ ഈ അഡൾട്ടായ നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പാരന്റായി നമുക്ക് തന്നെ മാറുക. അപ്പോൾ സ്റ്റിൽ ആ വൂണ്ടഡ് ഇന്നർ ചൈൽഡ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, ആ ഇന്നർ ചൈൽഡിനെ കംഫേർട്ട് ചെയ്യാനും ചേർത്ത് പിടിക്കാനും കരുതാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പാരന്റായിട്ട് നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്യില്ലേ, നീ അങ്ങനെ ചെയ്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ ഇങ്ങനെ ഇടപെടരുതായിരുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിക്കരുതായിരുന്നു എന്നൊക്കെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം വളരെ സ്നേഹത്തോടെ കരുതലോടെ അത് ഒരു മിസ്റ്റേക്കാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് നോർമലൈസ് ഇറ്റ്. എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും, എനിക്ക് മിസ്റ്റേക്ക് പറ്റും, സാരല്ല, നമുക്ക് ഇതിന് ഈ ഒരു തരത്തിലൊരു പ്രതിവിധി ഇല്ലെങ്കിൽ ഓക്കെ, നമുക്കത് ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാതെ ടേക്ക് കെയർ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഒരു കുറച്ചുകൂടി കംഫേർട്ട് ചെയ്ത് നമുക്കൊരു കരുതൽ നമ്മുടെ മനസ്സിനോട് കാണിക്കാം. നമ്മൾ ഈ സ്വയം കുറ്റപ്പെടുത്തൽ നിർത്തിയിട്ട് ഒരു സ്വയം ചേർത്ത് പിടിക്കല് പറ്റും, ഉറപ്പായിട്ട് പറ്റും കേട്ടോ. ഇത് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. ഉറപ്പായിട്ടും ഇത് വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നോക്കിയാൽ, ഇത് നമുക്കൊരു വല്ലാത്തൊരു സേഫ്റ്റി തരും, നമ്മളെ വല്ലാതെ സെക്യൂർ ആക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. പകരം നമുക്ക് നമ്മളിൽ തന്നെ ഒരു സേഫ്റ്റി, നമുക്ക് നമ്മളുണ്ട് എന്നുള്ളൊരു വലിയ തോന്നലിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്പർ 4, സെറ്റ് ബൗണ്ടറീസ് വിതൗട്ട് ഗിൽറ്റ്. അതായത് നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു നോ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഗിൽറ്റ് ഫീലിംഗ്, ഒരു കുറ്റബോധം തോന്നില്ലേ, അത് വേണ്ട.
അത് ഒരു ദിവസം കൊണ്ടോ ഒരു തവണ കൊണ്ടോ ഒന്നും നമുക്ക് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പല പല തവണകളായിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പ്രത്യേകിച്ച് ടോക്സിക് ആയിട്ടുള്ള എൻവയൺമെന്റിൽ വളർന്ന കുട്ടികൾക്ക് ഒരു ഒരു വിശ്വാസം ഉണ്ടാവും. എന്താണ് ആ വിശ്വാസം എന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ നിന്നിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ജീവിതം എനിക്ക് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ടോളറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സ് സപ്രസ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പല ടോക്സിസിറ്റിയും പല ഇൻജസ്റ്റിസും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്ര എക്സോസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ യെസ് പറയും. നോ പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ നോ പറയാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോയെ ഒരുപാട് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? അപ്പോൾ ഇത് നമ്മളിൽ പലരും അതിജീവിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ ബൗണ്ടറീസ് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നമ്മളെ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് എല്ലാ കാര്യങ്ങളിലും, അതായത് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, വേലി കാറ്റടിക്കുന്നിടത്തൊക്കെ പോയി വേലി കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതായത് നമ്മളെ കാര്യം നോക്കിയാൽ മതി. നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാവരെയും കംഫർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുണ്ടായിരിക്കും. ഇത് നമുക്കൊരു സേഫ്റ്റി തരും. തുടക്കത്തിലൊക്കെ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പ്രത്യേകിച്ച് 90s ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 2K കിഡ്സ്, ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള 2K കിഡ്സ് ഒക്കെ ആണെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഒരു ഹാബിച്വൽ ആയിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് റിയലി വർക്ക്സ്. നമ്പർ 5, അത് സ്റ്റോപ്പ് സീക്കിങ് കോൺസ്റ്റന്റ് വാലിഡേഷൻ എന്നുള്ളതാണ്. ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം വർക്ക് സ്പേസിലായാലും അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഫീൽഡിലൊക്കെ ആണെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാലിഡേഷൻ, അതായത് ഒരു ഔട്ടർ സർഫസിൽ നിന്നിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഒരു വാലിഡേഷൻ ഇല്ലാത്തത് നമ്മുടെ ക്വാളിറ്റിയിൽ വരുന്ന ഒരു കുറവല്ല. വാലിഡേഷൻ കിട്ടാതെ പോകുന്നതിന് പല റീസൺസ് ഉണ്ടാവാം. ഇനി റീസൺസ് ഉണ്ടായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ, അതിനു വേണ്ടി നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് അത്യാവശ്യം. അപ്പൊ ഇത് എത്രത്തോളം എളുപ്പമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടും എളുപ്പമല്ല. സ്റ്റിൽ ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണത്. നമ്മളെല്ലാവരും മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമായിരിക്കും. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വാലിഡേഷൻ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റോപ്പ് സീക്കിങ് ഫോർ ദ വാലിഡേഷൻ, അതാണ് പോയിന്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഓവറായിട്ട് പെർഫോം ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ 100% കൊടുക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മുടെ 100% അവിടെ ആവശ്യമില്ലെങ്കിലോ? അത് അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ 100% ആവശ്യമില്ലാത്തടത്ത് 100% കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതാരും കാണാൻ പോകുന്നില്ല. നമ്മളൊരു പരിധിയിൽ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ അവിടെ നമുക്ക് സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആത്മാർത്ഥതയുടെ തോതൊക്കെ നമ്മളൊരു അല്പം കുറയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓവർ പീപ്പിൾ പ്ലീസിങ്, അതായത് നമ്മൾ മറ്റുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ച്, നമ്മുടെ ജോലി അല്ല എല്ലാവരെയും സന്തോഷിപ്പിക്കണം. അത് ഞാൻ എൻ്റെ നടപ്പാക്കിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള വേൾഡ് മൊത്തം നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും നമ്മൾ സന്തോഷിപ്പിക്കുക, നമ്മളാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എൻ്റെ ഉള്ളിൽ കുഞ്ഞിലെ ഇൻജക്ട് ചെയ്യപ്പെട്ട് തന്നിട്ടുള്ള ഇന്ന് എന്താ അറിയില്ല, ഒരുപാട് അക്ഷര പിശകുകൾ വരുന്നു, ക്ഷമിക്കുമല്ലോ അല്ലെ. അപ്പോൾ കുഞ്ഞിലെ ഉള്ളിൽ ഇൻജക്ട് ചെയ്യപ്പെട്ട് തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ ഇന്നർ ചൈൽഡ് എത്രത്തോളം റെസ്റ്റ്ലെസ് ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? യെസ്. അപ്പോ അതെ, കുഞ്ഞിലെ മനസ്സിൽ ഇൻജക്ട് ചെയ്യപ്പെട്ട് തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഞാൻ അതിനു വേണ്ടി ഒരുപാട് രാത്രം ഞാൻ ഇഷ്ടപ്പെട്ട് അവസാനം എനിക്ക് വളരെ അടുത്ത സമീപകാല ഭാവിയിലാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത്. നമ്പർ 6, allow yourself to enjoy joy.
അതായത് നമ്മളുടെ നമ്മൾ സന്തോഷിക്കുന്ന എന്തോ ഒരു പാപമാണ്, നമ്മൾ ആഘോഷിക്കുന്നത് എന്തോ ഒരു പാപമാണ്, സെലിബ്രേഷൻ ഒക്കെ ഒരു കുറ്റകൃത്യമാണ്, അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മളെ പറഞ്ഞും പറയാതെയും ശകാരിച്ചും പഠിപ്പിച്ച ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടായിരിക്കാം, എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് റെസ്റ്റ് എടുക്കുന്നത് വി ഡിസേർവ് ദാറ്റ്, നമുക്കത് നോർമലാണ്, സെലിബ്രേറ്റ് ചെയ്യുന്ന നോർമലാണ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും കുറച്ച് പൈസയൊക്കെ ആവശ്യത്തിനും ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊടിക്കുന്നതും ഒക്കെ നല്ലതാണ് എന്നുള്ള ഒരു കാര്യമാണ്. സോ ഒരിക്കലും സന്തോഷിക്കുന്നതൊരു തെറ്റല്ല, അതൊരു ശരിയാണ്. ആ തെറ്റാണ് എന്ന് പറയുന്നവരുടെ ചൂണ്ടിക്കാണിക്കുന്ന ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നിട്ട് ഡിസ്റ്റൻസ് ഇടുക എന്ന് മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു എക്സ്ട്രാ കാര്യം എന്ന് പറയുന്നത്. സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്തേ പറ്റൂ, എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. 7, ബ്രേക്ക് ഇമോഷണൽ പാറ്റേൺ. അത് ശരിക്കും പറഞ്ഞാൽ മീൻസ് ഒരു ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണത്. ആ ഒരു അത്രയും പറയാനുണ്ട്, പക്ഷെ അത്രയും ഞാൻ പറയുന്നില്ല, അത് ഞാൻ ചുരുക്കി പറയാം. അതായത് നമുക്ക് എത്ര ഉണ്ടോ അത്രത്തോളം നമ്മൾ അതേ പാറ്റേണിലുള്ള നമ്മളെ ആ മുറിവ് ഉണ്ടാക്കാൻ ഇടയാക്കിയ കാരണങ്ങളില്ലേ, അതേ അതേ ഫെമിലിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻവയൺമെന്റ്സ് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈ വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ വീണ്ടും വീണ്ടും വന്നു ചേരുന്നത്. അതിന് ട്രോമ ബോണ്ടിങ് എന്നും പറയാം. അപ്പോൾ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ പല ആൾക്കാരെയും എംപതറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അത് എംപതിയും കമ്പാഷനും അങ്ങനെയൊന്നും അല്ല അത് എടുക്കേണ്ടത്. അത് നമ്മുടെ ട്രോമ ബോണ്ടിങ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്തും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ വല്ലാതെ ട്രെയിൻ ആയി പോവും. സോ ആ ഒരു കാര്യം ബ്രേക്ക് ചെയ്യണം. ഓക്കെ. നമ്പർ 8, ഫോർഗീവ് യുവർ സെൽഫ് ഫോർ സർവൈവൽ ബിഹേവിയേഴ്സ്. അതായത് നമുക്കൊരു സർവൈവൽ ബിഹേവിയറൽ പാറ്റേൺ ഇവോൾവ് ആയിട്ടുണ്ടാവും, നമ്മൾ അതിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇപ്പൊ കറന്റ്ലി എനിക്കുള്ള ഒരു സർവൈവൽ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടുന്ന ഒരു അവധി കാലം അല്ലെങ്കിൽ കുറച്ച് അവധി ദിനങ്ങൾ, അതെനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ല. അതായത് റെസ്റ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു റെസ്റ്റ്ലെസ്നെസ്, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എപ്പോഴും ഇങ്ങനെ ഫങ്ഷണൽ ആയിക്കൊണ്ടിരിക്കണം. ഇഷ്ടം ഉണ്ടെങ്കിലും ശരി, ഇഷ്ടം ഇല്ലെങ്കിലും ശരി, അത് രാവിലെ എണീറ്റ് പെട്ടെന്ന് റെഡിയായി ജോലിക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും അതിന്റെ ക്ഷീണത്തിൽ കൂടി കടന്നുപോയി മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് അതേ ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ കൂടി കടന്നു പോകണം. എക്സോസ്റ്റഡ് ആണെങ്കിലും ശരി, പറ്റുന്നില്ലെങ്കിലും ശരി, പറ്റുന്നുണ്ടെങ്കിലും ശരി, ഹാപ്പി ആണെങ്കിലും ശരി, ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും ശരി, എനിക്ക് അതിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഓക്കെ, എല്ലാം ഓക്കെ ആണ്, സേഫ് ആണ് എന്ന് തോന്നുന്നത്. പക്ഷെ ഞാനിപ്പോ പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ കുറച്ച് അവധി ദിവസങ്ങളാണ്. പക്ഷെ ഈ അവധി ദിവസം ഈ അവധി തീരുന്നത്, അല്ലെങ്കിൽ എന്നാണ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ വരുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു അവധി ദിവസങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്പേസിന്, ഈ ഒരു ആഗ്രഹിച്ച കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്ന് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനത് പൂർണ്ണമായിട്ടും ഓക്കെ അല്ലാതിരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ ഞാൻ അത് റിയലൈസ് ചെയ്തു, അങ്ങനെ അല്ല വേണ്ടത്. മീൻസ് ഞാൻ ഈ ഒരു ഘട്ടം എൻജോയ് ചെയ്യണം. ആ ഒരു സർവൈവൽ മോഡ് എന്നതിന്റെ പാർട്ടാണ് ഇതും കൂടെ ഉണ്ടെങ്കിലാണ് എൻ്റെ സർവൈവൽ മോഡ് ഇതാകാം. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർഗീവ് യുവർ സെൽഫ് ഫോർ ദ സർവൈവിങ് മോഡ്. അതായത് ഇപ്പൊ ഞാൻ റെസ്റ്റിലാണെങ്കിലും ഫീൽ ചെയ്യുന്ന റെസ്റ്റ്ലെസ്നെസ്സിനെ ഒരു എന്തോ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ എടുക്കാതെ അതിനെ കുറച്ചുകൂടി നോർമലൈസ് ചെയ്യുക. നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ അനുഭവങ്ങളുടെ തീവ്രത അത്രമേൽ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു സ്വീകാര്യത, ഒരു അക്സെപ്റ്റൻസ് നമ്മൾ തന്നെ വളർത്തിയെടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ജീവിതത്തില് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ പീസ് എന്നുള്ളത്, അല്ലെങ്കിൽ സമാധാനത്തിലേക്കുള്ള ആ ഒരു പ്രയാണമില്ലേ, അത് ഡേഞ്ചർ അല്ല, സേഫ് ആണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. ആ ഒരു ഉത്തമ ബോധ്യം നമ്മൾ അർഹിക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് ഉറപ്പായിട്ട് എത്തണം. ഈ വീഡിയോ ഞാൻ അധികം എഡിറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ, കാരണം ഇതിലുള്ള
അല്ലെങ്കിൽ ഞാൻ എഡിറ്റിംഗ് കുറവാണ്. അത് ഞാൻ പറഞ്ഞതിലുള്ള അക്ഷരപ്പിശകുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കിടന്നോട്ടെ. കാരണം അത് എൻ്റെ ഒരു വൂണ്ടഡ് എന്ന് വെച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷൻ കൂടിയാണ്. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് നിങ്ങളിൽ നിന്നാകുമ്പോൾ എനിക്കൊരുപാട് വിലയേറിയതാണ്. രേഖപ്പെടുത്തുമല്ലോ അല്ലേ? വീണ്ടും കാണാം.